हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നൊരു പുതിയ ശ്ലോകം എടുക്കാം. 44ഉം 45ഉം എടുക്കാം. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പ്രധു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോഷജ ഋതുസുദർശന കാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ. ഇന്ന് 407 നാമം പ്രാണ. പ്രാണ എന്ന് വെച്ചാൽ ക്ഷേത്രജ്ഞൻ, പ്രവർത്തിപ്പിക്കുന്നവൻ, ഇതൊക്കെയാണ് അർത്ഥം. ഇത് 64, 65, 66, 320 അങ്ങനെയുള്ള നാമങ്ങളിലൊക്കെ ഈ നാമങ്ങൾ വരുന്നുണ്ട്. 64 പിന്നെ ഈശാന എന്നുള്ളതാണ്, അർത്ഥം തന്നെയാണ്. 65, 66 പ്രാണ തന്നെയാണ്. പ്രാണത 320 പ്രാണ തന്നെയാണ്. ഇത് എപ്പോഴും പ്രാണ വന്നിരിക്കണം 407. ഈശാന പ്രാണത പ്രാണ എന്ന് 64, 65, 66 ശ്ലോകങ്ങളാണ്. നമ്മൾ വളരെ വളരെ വിപുലമായിട്ട് അതിൻ്റെ അർത്ഥം ചർച്ച ചെയ്തതാണ്. അതുപോലെ 320 അച്യുത പ്രതിത പ്രാണ, അതും വിപുലമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് കാരണം ഇനി രണ്ടാമത്തെ പതിൻ്റെ മുകളിൽ നമ്മൾ അധികം കയറി പറയേണ്ട ആവശ്യമെങ്കിലും ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് നമുക്ക് പോവാം. നിങ്ങളൊന്ന് ഇതിനു മുമ്പ് ചർച്ച ചെയ്തൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് മാത്രം. ആ ഒരു രീതിക്ക് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. വളരെ വിപുലമായിട്ടുള്ള വ്യാഖ്യാനം ഇവിടെ ആശ്രയിക്കേണ്ട. അപ്പോൾ ക്ഷേത്രജ്ഞം ചാപ്യമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം 15-ാം അധ്യായത്തിലെ 13-ാം അധ്യായത്തിലെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവാൻ ജീവാത്മാവായി ജീവൻ നിലനിർത്തുന്നു എന്നതാണല്ലോ. ക്ഷേത്രജ്ഞം ചാപ്യമാം വിദ്ധി, ഞാൻ ക്ഷേത്രജ്ഞനായിട്ട് സർവക്ഷേത്രേഷു ഭാരത, എല്ലാ ക്ഷേത്രങ്ങളിലും അർജുന ഞാൻ ക്ഷേത്രജ്ഞനായിട്ട് പരിലസിക്കുന്നു. അതാണല്ലോ അതിൻ്റെ അർത്ഥം. 15-ാം അധ്യായത്തിലും ഭഗവാൻ അതന്നെ ഉറപ്പിച്ച് പറയുന്നത് സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ട. സർവസ്യചാഹം സന്നിവിഷ്ട, ഹൃദി സന്നിവിഷ്ട, ഹൃദയത്തിൽ സന്നിവിഷ്ടനായിരിക്കുന്നു അർജുന. എല്ലാവരുടെയും ഹൃദയത്തിൽ സർവസ്യ. അവിടെ കാസ്റ്റ്, കളർ, ക്രീഡ്, സെക്സ് ഒന്നുമില്ല. സർവസ്യചാഹം. എന്തൊരു സെക്യുലറാണ് നോക്കൂ ഭഗവാൻ. എല്ലാവർക്കും എല്ലാവരുടെ കൂടെയുണ്ട്. സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ട. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവത്ഗീതയിൽ ഈ ആശയം എത്ര പറഞ്ഞാലും ഭഗവാനും മതിയാവുന്നില്ല. എത്ര ദിക്കിലാണ് അങ്ങനെ പറഞ്ഞേക്കണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈ കാണുന്ന ശ്ലോകങ്ങളെല്ലാം എന്താ തന്നെ അത് തന്നെ പ്രതിപാദിക്കണം. മാത്രമോ വിഷ്ണുപുരാണത്തിലും തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഗ്രന്ഥം പരിശോധിച്ചാലും നമുക്കറിയാൻ പറ്റും. ചേഷ്ടാം കരോതി ശ്വസനസ്വരൂപി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
പ്രാണവായുവിൻ്റെ രൂപമെടുത്ത് പ്രവൃത്തികളെ എല്ലാം ചെയ്യിപ്പിക്കുന്നവൻ പ്രാണശക്തിയാണ്. അവിടെ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. എവിടെ ഇനി പറയേണ്ടത് ഇനി അല്ലേ? ചേഷ്ടാം കരോതി ശ്വസനസ്വരൂപി, ശ്വസന സ്വരൂപി പ്രാണവായുവിൻ്റെ രൂപമെടുത്തിട്ട് ചേഷ്ടാം കരോതി, എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നു. അപ്പം അതാണ് പ്രാണ. ഇനിയിപ്പോൾ അതിന് കൂടുതൽ നമ്മൾ വിവരിക്കേണ്ട കാര്യമില്ല. അടുത്ത നാമം 408 പ്രാണത. ഈ പ്രാണത എന്നുള്ള നാമത്തിന് 2 വിപരീത അർത്ഥമുണ്ട്. അത് രണ്ടും ഭഗവാന് യോജിക്കുകയും ചെയ്യും. സംസ്കൃതത്തിലെ ദ എന്ന ധാതുവിന്, പ്രാണത എന്നുള്ള ദ, ആ ധാതുവിന് കൊടുക്കുക എന്നും മുറിക്കുക എന്നും ഉള്ള അർത്ഥമുണ്ട്. ഗിവ് ആൻഡ് ബ്രേക്ക്. ടു ഗിവ് എന്നുള്ളതിനും ദ തന്നെ ഉപയോഗിക്കാം, ടു ബ്രേക്ക് എന്നുള്ളതിനും ദ തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് പ്രാണത എന്ന് വെച്ചാൽ പ്രാണൻ കൊടുക്കുന്നവനും എടുക്കുന്നവനും എന്നർത്ഥം. ഭഗവാൻ ചേരില്ലേ? രണ്ടിനും അധികാരം ഭഗവാനാണ് അല്ലേ? വേറെ ആർക്കുമില്ല. പ്രാണൻ കൊടുക്കുന്നതും പ്രാണൻ എടുക്കുന്നതും വേറെ ആർക്കും അദ്ദേഹം അധികാരം ജനറൽ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടില്ല. സ്പെസിഫിക്കായിട്ട് ഓരോരോ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരോട് പറയും, നീ ഒന്ന് പോയിട്ട് അയാളുടെ കഴുത്തറുത്തങ്ങോട്ട് വാ എന്ന് പറയും. അതെന്തെങ്കിലും അതിൻ്റെ ആവശ്യം ഉണ്ടാവും. അയാൾക്ക് അങ്ങനെയായിരിക്കും അയാളുടെ വിധി, അതനുസരിച്ച് നടപ്പാക്കും. അതിനൊരാളെ ചട്ടം കെട്ടി വിടും. അല്ലാണ്ട് ജനറൽ പവർ ഓഫ് അറ്റോർണി ആർക്കെ വേണമെങ്കിൽ കൊല്ലാം, ആർക്കെ വേണമെങ്കിൽ ജനിപ്പിക്കാം, അങ്ങനെ പറ്റില്ല. അപ്പോൾ ജീവൻ എടുക്കുന്നതും ജീവൻ കൊടുക്കുന്നതും രണ്ടും ഭഗവാന്റെ പവറിൽ കിടക്കുന്നതാണ്. ചില സമയത്ത് അദ്ദേഹം പ്രാണൻ എടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാരണവശാൽ ബിസിയാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ പറഞ്ഞു വിടും. കൃഷ്ണൻകുട്ടിയെ നീ ഇവിടെ വന്നിട്ടേ ആ നാരായണൻകുട്ടരെ ഒന്ന് ശരിയാക്കി ഇങ്ങോട്ട് വാട്ടോ എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ സ്കൂട്ടറോ കാറോ എന്തെങ്കിലും ചെന്ന് മേത്ത് മുട്ടുകയോ അല്ലെങ്കിൽ വല്ല ട്രെയിനിൽ പോകുമ്പോൾ കാല് കഴുകി പ്ലാറ്റ്ഫോമിൽ റെയിലിൽ ചാട് എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് സംഭവിപ്പിക്കും. ആളുകളെ കൊണ്ടോ ചുറ്റുപാടുകളെ കൊണ്ടോ വ്യവസ്ഥകളെ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഭഗവാൻ ആ സമയത്ത് അവിടെ എത്തിപ്പിക്കും. നേരിട്ട് ഭഗവാൻ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസുഖങ്ങളെ കൊണ്ടോ, പല കാരണങ്ങൾ, എത്ര കാരണങ്ങളുണ്ട് മരിക്കാൻ മനുഷ്യനല്ലേ. പക്ഷെ അതൊക്കെ ഭഗവാന്റെ കയ്യൊപ്പ് ബൈ ഓർഡർ എഴുതിയിട്ടാണ് ഇവരൊക്കെ വരിക. ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ ഇവരാണ് വരിക. ഈ കോടതിയിലെ ശിപ്പായിമാർ പോവില്ലേ, ആമീൻ പണിക്ക് പോണവർ, ആമീൻ്റെ പണി ചിലവരെടുക്കും. അവർ കാരണവും മരണം. അല്ലാണ്ട് നേരെ ഭഗവാൻ അങ്ങോട്ട് വന്നിട്ടുള്ളോ തൻ്റെ കഴുത്തങ്ങോട്ട് തരാ ഞാൻ മുറിക്കേണ്ട സമയമായി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാറില്ല. മനസ്സിലായോ? അപ്പോൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് ആരെങ്കിലും ഒരു കാരണം ഉണ്ടാവും മരണത്തിന്. മനസ്സിലായില്ലേ? യമധർമ്മരാജാവ് വരണമൊക്കെ സൂക്ഷ്മരൂപമായിട്ടല്ലേ, ഞാൻ സ്ഥൂല രൂപത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനുള്ള അധികാരം, പ്രാണൻ എടുക്കാനും കൊടുക്കാനുള്ള അധികാരം ഭഗവാന് മാത്രമേ ഉള്ളൂ. ആ അധികാരം ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രാണൻ എടുക്കാനുള്ള അധികാരം ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തത്വം ഉണ്ടല്ലോ നമ്മളുടെ സനാതന ധർമ്മപ്രകാരം. വളരെ ആലോചിക്കേണ്ട ഒരു തത്വമാണ്. We have no right to take anybody's life, nor you have your right to take your own life. ഇതെൻ്റെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ അധികാരമില്ല. ഇതെൻ്റെ അല്ല, ഇത് തൻ്റെ അല്ല, ഇത് വേറൊരാൾ തന്നതാ, ഇത് തൻ്റെ എന്ന് താൻ വിചാരിക്കുകയാണ്. തൻ്റെ അല്ല അത്. ഈ പ്രാണൻ തൻ്റെയാ? ആരാ പറഞ്ഞേ? ഏട്ടാ, അപ്പോൾ ഒന്നുകിൽ ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ധാർമ്മികമായ ആജ്ഞ അനുസരണം അന്യർക്കോ അല്ലാതെ അവനവന് ആ അധികാരം ദൈവം കൊടുത്തിട്ടില്ല. നമ്മൾ ഈ സൂയിസൈഡ് റേറ്റൊക്കെ കേൾക്കുന്നില്ലേ? എന്തൊരു അധർമ്മികമായിട്ടുള്ള പ്രവൃത്തി, അത് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ എവിടെയാണ് നമുക്ക് അധികാരം?
അത് കൊടുക്കാനും എടുക്കാനുള്ള അധികാരമൊക്കെ ഭഗവാനാണ്. നമ്മളാരാ അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കാൻ? അൺലെസ് യു ആർ ഡെസിഗ്നേറ്റഡ് ടു ഡു സോ. ഒരു മർഡർ ചെയ്തു, ഒരു കൊലക്കുറ്റം ചെയ്തു, ആ കൊലക്കുറ്റം ചെയ്തതിന് നിയമവ്യവസ്ഥയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അവസാനം വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്തത് തെറ്റാണ് എന്ന് ന്യായ വ്യവസ്ഥയ്ക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവനെ തൂക്കിക്കൊല്ലാനുള്ള അധികാരം ജഡ്ജി മുഖാന്തരം ഈസ് എ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. അല്ലേ? അതൊക്കെ നമ്മളുടെ മെറ്റീരിയൽ ലോസ്. മനസ്സിലായില്ലേ? അതും അവന് ആ ജീവൻ പോണ്ട സമയത്ത് തന്നെ ആ ഏത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ആയാലും ജീവൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? കഴുമരത്തിൻ്റെ വക്ക് വരെ വന്നിട്ട് രക്ഷപ്പെട്ടു പോയി എത്ര ആൾക്കാരുണ്ട്? അല്ലേ? യാതൊന്നും അറിയാതെ തീരെ പ്രതീക്ഷിക്കാതെ പോണ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ എന്താ, അതൊക്കെ ഭഗവാന്റെ ഇച്ഛ ഉണ്ടെങ്കിലും നടക്കുള്ളൂ. നമ്മുടെ ഇച്ഛ ഒന്നും നടക്കില്ല. വധശിക്ഷ തീർച്ചയായിട്ടും കിട്ടുമെന്ന് ധൈര്യമായിട്ട് തലേ ദിവസം വരെ കണക്കാക്കിയിരിക്കുന്നവരെ ആ കൊലമരത്തിൻ്റെ അവിടെ ചെന്നിട്ട് രക്ഷപ്പെട്ടു പോണവർ എത്ര ആൾക്കാരുണ്ട്? കൊലക്കുറ്റത്തിന് വിധിച്ചവർ. എന്തെങ്കിലുമൊക്കെ വ്യവസ്ഥ ഉണ്ടാവും ആ സമയത്ത്, അവന് മരിക്കാൻ സമയമായിട്ടില്ല എന്നുണ്ടെങ്കിൽ. സമയമായാലോ ആര് തടുത്താലും നിൽക്കൂല. വെറുതെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു പാമ്പ് വന്ന് വീണിട്ട് നേരെ ശിരസിൽ വന്ന് വീണു, ഒരു കൊത്തു കൊടുത്തു. അതോടുകൂടി അവൻ്റെ ആഫീസ് കൂട്ടി. അവൻ വെറുതെ റോട്ടിൽ കൂടെ നടക്കുകയായിരുന്നു, അവനൊന്നും ചെയ്തിട്ടില്ല, വെറുതെ നടക്കുക. അപ്പോൾ ഒരു കഴുകൻ ഒരു പാമ്പിനെ മേലെ കൊത്തിയിട്ട് പറന്ന് പോവുമായിരുന്നു. എങ്ങനെയോ അവൻ്റെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് വിട്ടു. അപ്പോൾ പാമ്പ് പെട്ടെന്ന് കുതറിയിട്ട് താഴത്തേക്ക് വീണു. അത് വീണത് ഇവൻ്റെ തലയിൽ. എന്ത് ചെയ്യും? എത്ര ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ അകന്ന് നിൽക്കുമ്പോൾ എത്ര സ്കൂട്ടറും മോട്ടോർ കാറും വണ്ടി ഇവണ്ണൊക്കെ ഇടിച്ച് മരിച്ചിട്ടുണ്ട് ആൾക്കാർ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോണ സന്ദർശകൻ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കണു, രോഗി രക്ഷപ്പെട്ടു പോരുന്നു. കാണുന്നില്ലേ നമ്മളിതൊന്നും ദിവസേന? അപ്പോൾ അതൊക്കെ എന്താ? അവിടെ നിന്നുള്ള അതോറിറ്റി വേണം. അവിടെ ബൈ ഓർഡർ അവിടെ നിന്ന് ഉണ്ടായാലും ഇതൊക്കെ പറ്റില്ല. മറ്റൊരു ആര് വേഷം കെട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൊടുക്കേണ്ടതും തരേണ്ടതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അതിൻ്റെ ആള് അൾട്ടിമേറ്റ് അതോറിറ്റി അദ്ദേഹം തന്നെയാണ്. പ്രാണൻ കൊടുക്കുന്നതും പ്രാണൻ എടുക്കുന്നതും പ്രാണത, അത് രണ്ടിനും അധികാരം എനിക്കാ. അദ്ദേഹം സമ്മതിക്കില്ല വേറൊരാൾക്ക് ചെയ്യാൻ. ഞങ്ങളുടെ ഒരു കാരണമുണ്ട്, കൊല്ലങ്ങൾ മുമ്പേ കേട്ടോ. അദ്ദേഹം തിണ്ണേമിലിങ്ങനെ ഇരിക്കുകയാണ്, തെക്കിനിയുടെ അപ്പുറത്തുള്ള തിണ്ണേമിലിങ്ങനെ ഇരിക്കുക. തിണ്ണേമിലിങ്ങനെ ഇരുന്നിരിക്കുമ്പോഴാണ് ഒരു പുറത്ത് പടിപ്പരയുടെ അപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തൊരാൾ വന്നിട്ട്, ഒരു ധർമ്മക്കാരൻ വന്നിട്ട്, ഇന്നലെ പറഞ്ഞ ധർമ്മക്കാരൻ വന്നിട്ട് ചോദിച്ചു, ധർമ്മം തരണേ വല്ലതും തരണേ എന്നുകൊണ്ട് ചോദിച്ചു. അപ്പോൾ കാരണപ്പാടിൻ്റെ മരുമകളുണ്ടായിരുന്നു അവിടെ, മരുമകളോ മരുമകനോ ആരോ ഒരാളുണ്ടായിരുന്നു. അയാൾ വേഗം ചെന്നിട്ട് അയാളോട് പറഞ്ഞു, ഇപ്പം ഒന്നുമില്ല, ഇവിടെ ഊണൊന്നും കലയായിട്ടില്ല, അപ്പോൾ പൊക്കോളൂ. അപ്പം ഇല്ല. അയാൾ പിന്നെയും തലയോർന്ന് വന്നു. ഇല്ല എന്നല്ലേ പറഞ്ഞേ, പൊക്കോളോ എന്ന് പറഞ്ഞു. അയാൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഈ കാരണപ്പാട് പറഞ്ഞു കേട്ടു, ഓ ധർമ്മകാരാ ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക എന്ന് ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു. ആ ധർമ്മകാരന് സന്തോഷമായി. അപ്പോൾ ഇയാളില്ല പറഞ്ഞാലും കുഴപ്പമില്ല, അപ്പോൾ ഇതാ തരാനുള്ള ആളിതാ എന്നെ തിരിച്ചു വിളിച്ചിരിക്കണു, ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ അടുത്തേക്ക് വന്നു. പറഞ്ഞു, വരിക, ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. അടുത്ത് ചെന്നു. എന്താ വേണ്ടത്? ഞാൻ ധർമ്മത്തിന് വന്നതാ. അപ്പോൾ ഇവിടെ ഇല്ല എന്നാ ധർമ്മം, അപ്പോൾ ധർമ്മം ഇല്ല അവിടെ, പൊക്കോളൂ എന്ന് പറഞ്ഞു. അയാൾ പോയി. അപ്പോൾ അയാൾ പോയില്ല. അയാൾ പോണതിന് മുമ്പ് അയാൾ കാരണപ്പാടിനോട് ചോദിച്ചു, അല്ല മുറാക്കളെ, ഇതന്നെയല്ലേ അങ്ങടെ അനന്തരവനും പറഞ്ഞേ? ഞാൻ എന്നിട്ട് പോവായിരുന്നില്ലേ, പിന്നെ എന്തിനാ എന്നെ തിരിച്ച് വിളിച്ചേ, ബുദ്ധിമുട്ടിച്ചേ ചോദിച്ചു. അതേ, ധർമ്മം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ പറയാനുള്ള അധികാരം എനിക്കാ, അവനെ ഞാൻ കൊടുത്തിട്ടില്ല അധികാരം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാലേ ഇത് തരില്ലെന്നാവുള്ളൂ, പോകോളൂ. അങ്ങനത്തെ രസികൻ കാരണവന്മാരുണ്ടായിരുന്നു പണ്ട് പറയാൻ. ഞാനീ
അപ്പോൾ അതിൻ്റെ തത്വം എന്താ വെച്ചാൽ ഇത് കൊടുക്കാനും വാങ്ങാനുള്ള അധികാരം ഭഗവാന് മാത്രമേ ഉള്ളൂ. തറവാട്ടുകാരനവർക്കാണ് അതിൻ്റെ അധികാരം. ഉണ്ടെന്നില്ല എന്നൊക്കെ പറയാനുള്ള അധികാരം തറവാട്ടുകാരനവർക്കാണ്. മനസ്സിലായി? അപ്പോൾ സംഗതി പിടികിട്ടിയില്ലേ? അപ്പം ഇനി അടുത്ത നാമത്തിലേക്ക് പോവാം. പ്രണവ 409 പ്രണവ. പ്രണവ എന്ന് വെച്ചാൽ പ്രകർഷേണ സ്തുതിക്കപ്പെടുന്നവൻ അർത്ഥം. പ്രത്യേകിച്ച് സ്തുതിക്കപ്പെടുന്നവൻ. പ്രണവ എന്നുള്ള വാക്കിൻ്റെ റൂട്ട് മീനിങ് അതാണ്. എന്താണ്? നമസ്കരിക്കപ്പെടുന്നവൻ. നമസ്കരിക്കപ്പെടുന്നവൻ. ഓങ്കാരം എന്നുള്ള അർത്ഥവും പ്രണവത്തിനുണ്ട്. നമ്മൾ ഈ ഓങ്കാരല്ലേ, ഈ മൂന്നെന്ന് എഴുതിയിട്ടൊരു സിമ്പിള്, വേർഡ് സിമ്പിൾ, ദ പവർഫുൾ ഓം, അതിന് പ്രണവം എന്ന് പറയും. മനസ്സിലായി? അപ്പോൾ സനൽകുമാരന്മാർ പറഞ്ഞിരിക്കേണ്ടത് ഭഗവാന് പ്രണവ എന്ന നാമം കിട്ടിയത് അദ്ദേഹത്തെ വേദങ്ങൾ പ്രണമിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മസ്വരൂപം തന്നെയാണ് വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ആ ചൈതന്യത്തെ തന്നെയാണ് വേദങ്ങൾ പറയുന്നത്. ആ വേദങ്ങളെല്ലാം പുകഴ്ത്തുന്നതും പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും എല്ലാം ആ ശക്തിയാണ്. പ്രാണമന്ത്രീ വേദേഷ തസ്മാത് പ്രാണവമുച്യതേ. അദ്ദേഹത്തെ വേദങ്ങൾ പ്രണമിക്കുന്നതിനാലാണ് പ്രണമന്ത്രിഹ വൈ വേദ. വേദങ്ങൾ അദ്ദേഹത്തെ പ്രണവിക്കുക കാരണമാണ്. തസ്മാത്, അതുകൊണ്ട് പ്രണവമുച്യതേ, ഭഗവാനെ പ്രണവ എന്ന് വിളിക്കുന്നു. വേദങ്ങൾ വേദാന്തവേദ്യ നിജവൈഭവ ഭക്തഭോഗ്യ ഇല്ലേ, തിരുപ്പതി സുപ്രഭാതത്തിൽ വേദശ്ച സർവൈഹമേവ വേദ്യോ വേദാന്തകൃദ്വേദ വിദേഹ ചാഹം. 15-ാം അധ്യായം. വേദാന്തകൃത് വേദ വിദേഹ ചാഹം, വേദങ്ങളിൽ പറഞ്ഞപ്പെട്ടിരിക്കുന്നതെല്ലാം എന്നെ കുറിച്ചാണ്. മാത്രമല്ല ബ്രഹ്മാവ് മുതലായ സൃഷ്ടികളെല്ലാവരും, ബ്രഹ്മാവ് മുതൽ ഉള്ള എല്ലാ സൃഷ്ടികളും ഭഗവാനെ എപ്പോഴും സ്തുതിക്കുന്നു. ഓം എന്നുള്ള പ്രണവത്തോട് കൂടിയിട്ടാണ് ഭഗവാനെ സ്മരിക്കുന്നത് എല്ലാവരും. ഓം എന്നാണ് ഭഗവാനെ സൂചിപ്പിക്കുന്ന വാചകം ഓം എന്നാണ്. പാസ്വേഡാണ് ഭഗവാന്റെ. തസ്യ വാചക പ്രണവ എന്നാണ് പതഞ്ജലി യോഗശാസ്ത്രകാരൻ പറയുന്നത്. തസ്യ വാചക പ്രണവ, അദ്ദേഹത്തിൻ്റെ വാചകം, അദ്ദേഹത്തിന് എന്താ പറയുക, അറിയപ്പെടുന്നത് പ്രണവ എന്നുള്ള പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാസ്വേഡാണ് അത്, പ്രണവ. ഗീരാമസ്മേകമക്ഷരം ഭഗവത്ഗീതയിൽ പറഞ്ഞു, 10-ാം അധ്യായത്തിൽ. വിഭൂതി യോഗത്തിൽ ഗീരാമസ്മേകം അക്ഷരം, വാക്കുകളിൽ ഏകാക്ഷരമായ ഓങ്കാരമാണ് താൻ. ഗീരാമ്യസ്മകം അസ്മകം അക്ഷരം, ഞാൻ ഏകവാക്ക് ആയിട്ടുള്ള ഓമാണ്. ഭഗവത്ഗീതയിൽ ഓങ്കാരത്തിനെ പറ്റി എത്രയാ പറഞ്ഞിരിക്കണം അറിയോ? എത്രയാ പറഞ്ഞിരിക്കണം? 8-ാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മയോഗം തന്നെയാണ് അതിന് പേര്. അക്ഷരബ്രഹ്മയോഗം. ഓം ഇത്യക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ. ഇതൊരു ശ്ലോകം. അത് യപ്രയാദിത്യജൻ ദേഹം സയാതി പരമാം ഗതി. ഓം എന്നക്ഷരം ബ്രഹ്മം ജപിച്ചെന്നെ സ്മരിച്ചുമേ ദേഹം ത്യജിച്ചു പോകുന്നോൻ പരയാം ഗതി നേടിടും. ഇനി അർത്ഥം പറയണോ? ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യവഹാരൻ മാമനുസ്മരൻ.
യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതി. ഓം എന്ന ഏകാക്ഷരം ബ്രഹ്മം, ഒരൊറ്റ അക്ഷരം, ഓം എന്നുള്ള ഒരൊറ്റ അക്ഷരം ജപിച്ച് എന്നെ സ്മരിച്ചുമേ. എന്നെ സ്മരിക്കുക, എൻ്റെ പാസ്വേഡ് ഓർമ്മിക്കുക. ദാറ്റ്സ് ഓൾ. ഒറ്റ അക്ഷരം ഓം, ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് ഓൾ ദ പാസ്വേഡ്. എന്നെ സ്മരിക്കുക. ഓം എന്ന ഏകാക്ഷരം ബ്രഹ്മം ജപിച്ച് എന്നെ സ്മരിച്ചുടൻ ദേഹം ത്യജിച്ചു പോകുന്നവൻ. അവസാന കാലത്ത് ദേഹം ത്യജിച്ചു പോകുന്ന സമയത്ത് സഹസ്രനാമത്തിൽ പേരങ്ങളൊന്നും പറയാൻ കിട്ടിയില്ലെന്ന് വേണ്ട. വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രഭു ഇതൊന്നും ചെല്ലണ്ട. ഓമിത്യേതക്ഷരം ബ്രഹ്മം, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഓം. ദേഹം ത്യജിച്ചു പോകുന്നവൻ പരയാം ഗതി നേടിടും. പരമമായിട്ടുള്ള പദത്തിലേക്ക് അവൻ എത്തുന്നതാണ് പറയുക. പരമപദത്തിലേക്ക് അവൻ എത്തും. അവസാന കാലത്ത് ആ നാമം ഒന്ന് ഉച്ചരിച്ചാൽ മതി. ഓം എന്നുള്ള നാമം ഉച്ചരിച്ച് ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ മതി. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. യു ആർ റിലീവ്ഡ് ഓഫ് ഓൾ യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇഫ് അറ്റ് ഓൾ. അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. ഇഫ്, എ വെരി ബിഗ് ഇഫ്. അന്തകാലേ ച മാമേവ, അന്തകാലേ ച, all through your life and at the time of death. ഓം മാത്രം ചൊല്ലിയാൽ മതി. ഒരു മന്ത്രവും വേറെ ചൊല്ലണ്ട. ഓങ്കാരം ചൊല്ലി നടന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. But that contains everything. The single syllabled, all containing, all powerful mantra. യാതൊരു സംശയമില്ല. ഓം എന്നൊക്കെ ചെല്ലുമ്പോൾ, ഒരു വാക്കൊക്കെ ചെല്ലുമ്പോൾ, പ്രയർ എന്നൊക്കെ പറഞ്ഞാൽ ചിലവർക്ക് ഫാഷനായിട്ട് തോന്നില്ല. കുറേ ഇങ്ങനെ ചെല്ലണം. അറിയാത്ത സംസ്കൃത വാക്കുകൾ ചെറുതും വലുതൊക്കെ കൂട്ടിച്ചേർത്ത് അടിച്ച് കഷായമാക്കിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ചെല്ലി നടക്കണം. അതാണ് ആ രസം. ഒന്നും വേണ്ടെന്ന് പറയുന്നു ഭഗവാൻ. അതൊക്കെ ചെല്ലാൻ രസമുള്ളവർ ചെല്ലിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചെല്ലാൻ പറ്റാത്തവർ നിരാശപ്പെടണ്ട. ഒരൊറ്റ അക്ഷരം ചെല്ലിയാൽ മതി, ഓം മാത്രം ജപിച്ചാൽ മതി. ഭഗവാനെ സ്മരിക്കുക, പാസ്വേഡ് ചെല്ലുക. ഭഗവാനെ സ്മരിക്കുക, പാസ്വേഡ്. റിമെമ്പർ ഹിം ആൻഡ് അട്ടർ ദി പാസ്വേഡ്. പുറമേക്ക് വേണമെങ്കിൽ പുറമേക്ക് പറയാം, മനസ്സുകൊണ്ട് വേണമെങ്കിൽ മനസ്സുകൊണ്ട് പറയാം, ഒരു കുഴപ്പമില്ല. ആ ഗ്രേറ്റ് പ്യൂരിഫയർ നമ്മളുടെ മനസ്സിനെ, അന്ധകരണത്തിനെ അസാമാന്യമായി ശുദ്ധീകരിക്കും. ട്രൈ ഒന്ന്. ഇതൊന്നും കാലണയ്ക്ക് ചിലവുമില്ല. അഥവാ തോറ്റ ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്താ പേടിക്കാനുള്ളത്? നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നാലാളെ അറിയില്ലല്ലോ. നമുക്ക് പ്രശ്നം മുഴുവൻ 4 പീപ്പിൾസ് എന്ത് പറയുന്നല്ലേ, ആരറിയണ? അയാളൊരു മാസം ഓങ്കാരം ചൊല്ലി നടന്നു, ഒന്നും കിട്ടിയില്ല. എന്തിനപ്പോൾ ഇത് പറയാൻ പോണ? ഓങ്കാരം ചൊല്ലിയിട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ട, പിന്നെ രാമകൃഷ്ണൻ തുടങ്ങിക്കോളൂ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ വലിയ അധിക ചിലവൊന്നുമില്ലല്ലോ. ട്രൈ ചെയ്തൂടെ? എത്രയോ പൂർവികന്മാരങ്ങനെ ചെയ്തിട്ടുണ്ട്, എത്രയോ ഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ മഹാന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ നമുക്കൊന്ന് വിശ്വസിച്ച? എവിടെ പോയി നമ്മുടെ ഫെയ്ത്ത്? ഓമിത്യേവം ധ്യായത ആത്മാനാം. ഓം എന്ന് ആത്മാവിനെ ഓം എന്നിങ്ങനെ ധ്യാനിക്കുവൻ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മുണ്ടകോപനിഷത്തിൽ അങ്കിരസൻ ശിഷ്യന്മാർക്ക്. ഓമിത്യേവം ധ്യായത ആത്മാനാം. ആത്മാവിനെ ഓം എന്നിങ്ങനെ ധ്യാനിക്കൂ. അത് ശക്തി കേന്ദ്രമായ ആത്മചൈതന്യമാണ്. വളരെ ശക്തി കേന്ദ്രമായ ആത്മചൈതന്യമാണ് ഓങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഓങ്കാരത്തെ പറ്റി ഞാൻ പറയുന്നതിൽ നല്ലത് നിങ്ങൾ തന്നെ സ്വയം അന്വേഷിക്കുകയാണ്. എനിക്ക് പറയുന്നതിലൊരു പരിമിതിയുണ്ട്. എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതിയുണ്ട് എനിക്ക്. അത് വിട്ടെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ ഓങ്കാരത്തെക്കുറിച്ച്. ഞാനുള്ള കാര്യം തുറന്നു പറയാം. ഒരാൾക്കും അവനവൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് ഓങ്കാരം പറഞ്ഞാൽ പറ്റില്ല. അത് ഫുള്ളാവില്ല. ആർക്കും അത് ഫുള്ളായിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ
അതിൻ്റെ ശക്തി മനസ്സിലാക്കുന്നവന് അത് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഗാംഭീര്യം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെ ശ്രമിക്കുക, സെൽഫ് എഫർട്ട് എടുക്കുക. ഓങ്കാരം, വാട്ട് ഈസ് ഓങ്കാരം? ലെറ്റ് മീ സീ ഇറ്റ്സ് പവർ. നമ്മൾക്ക് താങ്ങാനുള്ള പ്രതിഭാസം ഇല്ലെങ്കിൽ താങ്ങാനുള്ള ശക്തി എത്രത്തോളം ഉണ്ട്, അത്രയും ശക്തി അത് നമുക്ക് കാണിച്ചു തരും. അപ്പം അവനവൻ ഓങ്കാരത്തെക്കുറിച്ച് പഠിക്കുക, ഓങ്കാരം പ്രചരിപ്പിക്കുക. പ്രചരിപ്പിച്ചില്ലെങ്കിലും ഓങ്കാരം ആദ്യം മനസ്സിലാക്കുക, പിന്നീട് നമുക്ക് പ്രചരണമാവാം. അവനവൻ ആദ്യം മനസ്സിലാക്കൂ, അവനവന് പറ്റുന്ന രീതിയിൽ. തൈലബിന്ദു യുവാംബസി, ഒരു ഡവറ തൈലം എണ്ണ എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ തൈലം എത്രയ്ക്ക് പോവും, ഏതുവരെ പോവും? ആ പ്ലേറ്റിലെ ചുറ്റുവട്ടം വരല്ലേ പോവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ചാടില്ലല്ലോ പാത്രത്തിലേക്ക്. ഈ പ്ലേറ്റ് കൂട്ടിയിട്ട് പാത്രത്തിലേക്ക് എണ്ണ ചാടില്ലല്ലോ, അതുവരെ പോവുള്ളൂ. നേരെ മറിച്ച് അതേ കപ്പിലെ തൈര് ഒരു വലിയ കൊട്ടോടത്തിൽ ഒഴിച്ചു, അണ്ടാവിൽ ഒഴിച്ചു എന്ന് വിചാരിക്കുക, ആ അണ്ടാവ് മുഴുവൻ പിറക്കും. ഒരു കിണറ്റിലൊഴിച്ചു എന്ന് വിചാരിക്കുക, ആ കിണറിൽ മുഴുവൻ പിറക്കും. തൈലബിന്ദു യുവാംബസി. അപ്പോൾ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ ശക്തിയുള്ള അത്ര നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു തരുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒന്ന് ഇന്നർ കപ്പാസിറ്റി എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഇന്നർ കപ്പാസിറ്റി തന്നെ അറിയില്ല, ശ്രമിച്ചാലേ അറിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ശ്രോതാക്കളുടെ ഇന്നർ കപ്പാസിറ്റി ഞാൻ എങ്ങനെ അറിയാം? അപ്പോൾ ഞാൻ ആവശ്യമില്ലാണ്ട് ഏകാശം വിളിക്കലാവില്ല. ഇപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ട് സ്വയം അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ നോക്കുക. അതാണ് അതിൻ്റെ ഒരു രസവും അതിൻ്റെ ഒരു അമ്പരപ്പും. ഇതങ്ങോട്ട് അറിയുമ്പോൾ ഒരു അമ്പരപ്പുണ്ടാവും മനസ്സിന്, ഒരു പരിഭ്രമം. ഒരിളക്കൊക്കെ കാണാണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെ മനസ്സിലായേ? അപ്പം അതാണ് ഓങ്കാരം. അപ്പോൾ സ്വയം അത് മനസ്സിലാക്കാൻ നോക്കുക. റൈറ്റ്? ഓക്കെ. അടുത്ത നാമം പൃഥു. പ്രണവ പൃഥു. പൃഥു എന്ന് വെച്ചെങ്കിൽ സർവ്വവ്യാപി എന്നാണ് അർത്ഥം. സർവ്വവ്യാപി, ഇത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് കുറച്ചൊക്കെ എക്സ്പ്രസ് പോലെ പോവാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് വ്യാഖ്യാനം തന്നാൽ മതി നിങ്ങൾക്ക്. നിങ്ങൾ പഴയ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടിപ്പ് തന്നാൽ മതി, അങ്ങനെ പിന്നെ പോയിക്കോളും. അപ്പോൾ പൃഥു എന്ന് വെച്ചെങ്കിൽ സർവ്വവ്യാപി. ഈ പ്രപഞ്ച രൂപത്തിൽ മഹാവിഷ്ണു വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതിനാൽ പൃഥു. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന രൂപത്തിൽ എല്ലാ സൃഷ്ടികളിലും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ പൃഥു. വഷട്കാരോ എന്നൊക്കെ പറയില്ല നമ്മൾ. ഓംനി പ്രസൻറ്റ്. ഇതില്ലാത്ത സ്ഥലമില്ല. വേർ ഈസ് ഹി നോട്ട്? എവിടെയുണ്ട് ഭഗവാൻ? എവിടെ ഇല്ലാത്ത? അതാണ് പൃഥു എന്നുള്ളതിൻ്റെ അർത്ഥം. അത്രേ അതിന് വ്യാപ്തിയുള്ളൂ. പൃഥു സർവ്വവ്യാപി എന്നർത്ഥം. അടുത്ത നാമം ഹിരണ്യഗർഭ, 411. ഹിരണ്യഗർഭ മീൻസ് ലോകപിതാമഹൻ എന്നർത്ഥം. ഹിരണ്യഗർഭ വാക്കിൻ്റെ അർത്ഥം അതല്ല, ലക്ഷ്യാർത്ഥം ഞാൻ പറഞ്ഞു. വാച്യാർത്ഥം എന്ന് പറഞ്ഞത് ജലത്തിൽ യോഗനിദ്രയിലാണ്ട മഹാവിഷ്ണു സമയജ്ഞനായതുകൊണ്ട് ഒരു ബീജം വിസർജിക്കുകയും, ഒരു ലീല ബീജം വിസർജിക്കുകയും അത് കോടി സൂര്യപ്രഭയുള്ള ഒരു എന്താ പറയുക, ഒരു മെഗാ ബിഗ് ബാങ്, അങ്ങനെയൊക്കെ പറയാം. ബിഗ് ബാങ് തന്നെ വലുതാണ്. അപ്പോൾ ഇതെങ്ങനെയാ? ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ഒരു സ്പന്ദനം, ആ ഫസ്റ്റ് സ്പന്ദനം ഭഗവാനിൽ നിന്ന് വന്നപ്പോൾ എന്താ ഉണ്ടായി? ഒരു മെഗാ ബിഗ് ബാങ് ആയിട്ട് എന്ത് രൂപത്തിലാണ് കണ്ടേ? ഒരു ഹൈമാണ്ട ആയി, ഗോൾഡൻ എഗ്, ഹിരൺമയേണ.
അതിൽ സർവ സൃഷ്ടികൾക്കും ആധാരഭൂതനായിട്ടുള്ള ബ്രഹ്മാവിനെ, ലോകസാഷ്ടാവായ ബ്രഹ്മാവ് ദൃശ്യമായി. അതിൽ നിന്ന് പുറപ്പെട്ടത് എവിടുന്ന? അദ്ദേഹത്തിൻ്റെ നാഭികമലത്തിൽ നിന്ന്. എന്നിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പോ, അതിൻ്റെ ഉള്ളിൽ ആരെയാ കണ്ടേ? ബ്രഹ്മാവിനെ. ഹിരണ്യഗർഭോ ഭൂഗർഭോ. ആ സന്ദർഭത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹിരണ്യഗർഭോ ഭൂഗർഭോ എന്ന് വന്നപ്പോഴും ഇതേ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അവിടെയും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അടുത്ത 412. ഇതോടുകൂടി നമുക്കിന്ന് നിർത്താം കേട്ടോ. എനിക്ക് ചെറിയൊരു പണിയില്ലായില്ല, അപ്പോൾ അതും കൂടി കഴിക്കാം. 412 ശത്രുഘ്ന. ശത്രുഘ്ന മീൻസ് ശത്രുക്കളെ ഹനിക്കുന്നവൻ. ഘ്ന മീൻസ് ഹനിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ. ഭഗവാൻ ആ പേര് എന്തുകൊണ്ടും വരാം ഇല്ലേ? എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്തത്? എല്ലാം കൊണ്ടും ഭഗവാൻ ശത്രുഘ്നൻ തന്നെയാണ്. അജിതോ ജിഷ്ണുരത്യന്തം. അദ്ദേഹത്തിന് ജയിക്കാൻ ആരുമില്ല. അദ്ദേഹം എല്ലാവരെയും ജയിച്ചിട്ടേ ഉള്ളൂ. ഫെയിലിയർ ഈസ് എ വേർഡ് നോട്ട് ഫൗണ്ട് ഇൻ ഹിസ് ഡിക്ഷണറി. പിന്നെന്താ? പരാജയോ? എനിക്കോ? അപ്പം ശത്രുക്കളെ ഹനിക്കുന്നവനാണ് ശത്രുഘ്ന. അപ്പം ലോകം രക്ഷിക്കാനായി ഒരു വ്യവസ്ഥയുണ്ടാക്കി ആ വ്യവസ്ഥ നടത്തിപ്പിന് ഏൽപ്പിച്ചിട്ടുള്ള ദേവന്മാരെ, അതായത് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ഇദ്ദേഹത്തിന് നോക്കാൻ പറ്റില്ല. അപ്പം അതായത് അഷ്ടദിക്പാലകന്മാരെ ഓരോരോ കാര്യങ്ങൾക്കായി നിർത്തി പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, വായുവിനെ എന്താ പറയുക, ചന്ദ്രനെ സൃഷ്ടിച്ചു, അഷ്ടവസുക്കളെ സൃഷ്ടിച്ചു, അഷ്ടദിക്പാലകന്മാരെ സൃഷ്ടിച്ചു. അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ അതാത് ആൾക്കാർക്ക് ജോലി കൊടുത്ത് ഒരു ചിത്രഗുപ്തനെ ഉണ്ടാക്കി, ഇല്ലേ? കുറേ ദക്ഷന്മാരെ ഉണ്ടാക്കി, പ്രജാപതികളെ ഉണ്ടാക്കി, കുറേ ഗവർണേഴ്സ്, കുറേ കലക്ടേഴ്സ്, അല്ലേ? അങ്ങനെയൊക്കെ രാജ്യഭരണത്തിന് ഓരോരോ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത്? നോക്കട്ടെ, എന്തിനാ ഈ രാജ്യം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഈ വക പോർട്ട്ഫോളിയോ, ഈ വക ഓഫീസേഴ്സിനൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയത്? എന്തിനാ ഒരു ചീഫ് മിനിസ്റ്റർ? എന്തിനാ ഒരു ഗവർണർ? എന്തിനാ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലർ? വൈ? എന്തിനാ ഒരു വൈസ് പ്രസിഡൻറ്റ്, ഒരു പ്രൈം മിനിസ്റ്റർ, cabinet of ministers? Why all this? Ultimately, എന്തിനതൊക്കെ? For welfare of the society, for the welfare of the citizens of that country. ഭഗവാന്റെ കൺട്രി ഏതാ? വേൾഡ്. പ്രപഞ്ചമാണ് അദ്ദേഹത്തിൻ്റെ നാടെന്ന് പറയുന്നത്. ലോകമേ തറവാട്, അല്ലേ? അപ്പോൾ ആ പ്രപഞ്ചത്തിൽ വസിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കണ്ടേ? അദ്ദേഹത്തിനൊക്കെ വെൽഫെയർ നോക്കണ്ടേ? അതിനൊക്കെ ഓരോരോ തസ്തികകൾ അവിടെയും ഇവിടെയൊക്കെയായിട്ട് നിയമിച്ചു. നമ്മളിപ്പോൾ പേര് മാറ്റി പറയണമെന്നേ ഉള്ളൂ. ഗവർണർ, മിനിസ്റ്റർ, കമ്മീഷണർ എന്നൊക്കെ പറയണമെന്നേ ഉള്ളൂ. സംസ്കൃതത്തിൽ അന്നത്തെ കാലത്ത് ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ചുറ്റുപാടനുസരിച്ച് അഷ്ടദിക്പാലകന്മാർ, കമ്മീഷണേഴ്സ്, പ്രിൻസിപ്പൽ കമ്മീഷണേഴ്സ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അങ്ങനെ വേറെ വേറെ ഇട്ടുവെന്ന് മാത്രം. ദക്ഷൻ, പ്രജാപതി, ഇതൊക്കെ ഈ ഗവൺമെൻറ് തഹസിൽദാർ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അവസാനം വില്ലേജ് ഓഫീസർ, കമ്മീഷണർ ഓഫ് പോലീസ്, ഹെഡൻഷിപ്പിൾ, കോൺസ്റ്റബിള്, ഇതൊക്കെ ഓരോ തസ്തികകളാണ്. ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തിനാ? ഈ വ്യവസ്ഥ എന്തിനാ ഉണ്ടാക്കിയത്? എല്ലാം ഫോർ ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. സൃഷ്ടികളുടെ വെൽഫെയറിന് വേണ്ടി മാത്രം, വേറെ ഒന്നിനുമില്ല. അങ്ങനെ സൃഷ്ടികളുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ വ്യവസ്ഥ, ആ വ്യവസ്ഥ അനുസരിച്ച് കൊണ്ടു നടക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ദേവന്മാർ അതിൽ അവരുടെ ഡ്യൂട്ടിയിൽ അലംഭാവം കാണിച്ചാൽ സൃഷ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? ഈ ബ്യൂറോക്രാറ്റ്സ് ശരിക്ക് അലംഭാവം കാണിച്ചാൽ എന്താണ് സംഭവിക്കുക? പീപ്പിൾ വിൽ ബി, സബ്ജക്ട്സ് വിൽ ബി അറ്റ്
അറ്റ് എ ലോസ് അല്ലേ? അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം അഹങ്കാരപ്രകാരം നടന്നു കഴിഞ്ഞാൽ സർക്കാർ ഓഫീസർമാർ, പിന്നെ എവിടെ സർക്കാരുള്ളത്? പിന്നെ എന്ത് വ്യവസ്ഥയുള്ളത്? അതുപോലെ ജുഡീഷ്യലി, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ലോ, ഏത് തന്നെയല്ലേ? എല്ലാം അങ്ങനെയല്ലേ? എല്ലാ വ്യവസ്ഥയും അങ്ങനെയല്ലേ ഏതായാലും? അപ്പോൾ അവിടെ നിന്ന് വ്യവസ്ഥയിലാണ്ട് നടന്ന അവർ അലംഭാവം കാണിച്ചാലോ, എന്ത് കലക്ടറെന്ന്, അതൊക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലംഭാവം കാണിച്ചാലോ കലക്ടർ വിവരറിയും. നമ്മുടെ ഇവിടുത്തെ കലക്ടറല്ല, ഭഗവാന്റെ കലക്ടർ, അധിഷ്ഠാന ദൈവങ്ങൾ ഒരു വിവരറിയും. അവരെ ഭഗവാൻ ശത്രുവായിട്ട് കണക്കാക്കുക, അവരോട് അംഗം വെട്ടാനാ പോവുക. ശത്രുഘ്ന, അവരെ ശത്രുവായി കണ്ട് നശിപ്പിക്കുക അവരെന്നർത്ഥം. എന്നിട്ട് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് വേഗം ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ആസുര ശക്തികൾ ധർമ്മവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട് സാമാന്യമായ ധാർമ്മികമായി ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, ഇടങ്കോലിട്ടാൽ, റോഡ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്താൽ, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും ഹനിക്കും വേണ്ടി വന്നാൽ, ഐദർ ത്രൂ നോമിനേറ്റഡ് ഏജൻറ്റ്സ് ഓർ ഡയറക്ട്ലി. നേരിട്ട് വരും, അല്ലെങ്കിൽ പ്രോക്സി ആയിട്ട് വരും, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിട്ട് ആരെങ്കിലുമൊക്കെ വരിക. ആ സമയത്ത് ധർമ്മത്തിന് എപ്പോഴൊക്കെയോ കോട്ടം തട്ടുന്നു ഭാരത. അപ്പം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സബ്ജക്ട്സിനെ രക്ഷിക്കാൻ ഞാൻ വരും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്ത് ഫോർമിഡബിൾ ഫോഴ്സ് ഉണ്ടെങ്കിലും അതെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെ, ഐ വിൽ എസ്റ്റാബ്ലിഷ് ധർമ്മ ആൻഡ് ദെൻ ഓൺലി ഗോ അറ്റ് എനി കോസ്റ്റ്. ആ ധർമ്മം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ പ്രജകളെ മുഴുവൻ കൊല്ലേണ്ടി വന്നാൽ ഞാൻ കൊല്ലും, എനിക്കൊരു മടിയില്ല. അതാണ് അധർമ്മത്തിന് ധർമ്മത്തിന് തടസ്സം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. കൃഷ്ണാവതാരം മഹാഭാരതം അതല്ലേ ഉണ്ടായത്? ലോകം മുഴുവൻ അധർമ്മികളായിരുന്നില്ലേ? എക്സെപ്റ്റ് എ ഫ്യൂ. സകലെണ്ണം വൈപ്പൗട്ട് ചെയ്തില്ലേ? ഒരെണ്ണത്തിൻ്റെ ബാക്കി വെച്ചു. ധർമ്മികളായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്, ധർമ്മത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് 5 ആൾ മാത്രം ബാക്കി. ആലോചിച്ച് നോക്കൂ. ലുക്ക് അറ്റ് ദറ്റ് വെബ് ഓഫ് ദറ്റ് സ്റ്റോറി. ലുക്ക് അറ്റ് ഹൗ ഇറ്റ് ഈസ് വീവ്ഡ് അല്ലേ? ഇതിനാണ് ഭഗവാൻ വന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. പക്ഷെ എത്ര ആൾക്കാർ മരിച്ചു? ഐ ഡോണ്ട് കെയർ. കൊല്ലങ്ങളോളം ധർമ്മം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനിയിപ്പോൾ അത് ഡിക്കേഡൻസ് ആയിട്ട് ഇങ്ങനെ കലിയുഗം വരും. 16-ാം വയസ്സായി കലിക്ക് ഏതാണ്ട് മൂർധന്യത്തിലെത്തുമ്പോൾ മൂപ്പര് അവിടെ നിന്ന് പുറപ്പെടും. കുതിരപ്പുറത്ത് ആളെടുത്തിട്ട് മങ്ങാട്ടച്ഛനായിട്ട് പുറപ്പെടും കൽക്കി അവതാരത്തിൽ. ഇനി ശത്രുക്കളെ എല്ലാം അടിച്ചു വീഴ്ത്തും. ഇന്ന് നമ്മളെ ഭരിക്കണവരൊക്കെ പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. സകലെണ്ണവും പെടും. അതേപോലെ തന്നെ ഭക്തന്മാരുടെ അന്ധകരണത്തിൽ അവിടെയും ഭഗവാൻ തന്നെയല്ലേ ഇരിക്കണേ. പുറത്ത് മഹാവിഷ്ണു അല്ലല്ലോ, ഉള്ളിൽ ആരാ ഇരിക്കണേ? നിങ്ങളുടെ അന്ധകരണത്തിൽ ആരാ ഇരിക്കണേ? നേരത്തെ നമ്മൾ കണ്ടില്ലേ ആരാന്ന്? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട. അവിടെ ഇരിക്കുന്നതും ഭഗവാൻ തന്നെയല്ലേ, പ്രാണ രൂപത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പം അവിടെ വല്ല അധർമ്മവും നടക്കുന്നുണ്ടെങ്കിലോ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പേഴ്സണാലിറ്റിയിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും അധർമ്മം എനിക്ക് നടക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സ്വധർമ്മം സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ആരെന്നെ രക്ഷിക്കുക? ആ ഉള്ളിലിരിക്കുന്ന ആളെന്നെ രക്ഷിക്കുള്ളൂ. കാമക്രോധ ലോഭ മോഹമത മാത്സര്യാദികൾ, നെഗറ്റീവ് ടെൻഡൻസീസ്, ക്വാളിറ്റീസ് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ there is an inbuilt mechanism to control them. ഭഗവാന്റെ കൃപ കൊണ്ട് ആ ദോഷങ്ങളെല്ലാം ഇല്ലാണ്ടാക്കുന്നു. എന്നിട്ട് മെല്ലെ എന്താ പറയുക, പുഴുക്കളെയൊക്കെ തോണ്ടിക്കളഞ്ഞ്, കൃമികളൊക്കെ തോണ്ടിക്കളഞ്ഞ്,
പുല്ലൊക്കെ ചെത്തി നല്ലോണം വെടുപ്പാക്കി ആവശ്യമില്ലാത്തതിലൊക്കെ ചെത്തിക്കളഞ്ഞ് കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികളൊക്കെ ചെത്തിക്കളഞ്ഞ് നിലമൊക്കെ വെടുപ്പാക്കി ശുദ്ധീകരിച്ചൊക്കെ ചെയ്ത് നല്ലോണമൊക്കെ ഒന്ന് പൂട്ടി വേണ്ട വിത്ത് വിതയ്ക്കുക അവിടെ. എന്ത് വിത്ത വിതയ്ക്കുക? മാനിത്വം മദംബിത്വം അഹിംസ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹം ഇങ്ങനെയുള്ള 10-28 വിത്തുകൾ വിതയ്ക്കുക അവിടെ. നന്മ നിറഞ്ഞ വിത്തുകൾ. അതാരാ ചെയ്യണേ? ആരാ ചെയ്യണേ? ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കേണ്ട ആരാ? മത്തസ്മൃതി ജ്ഞാനമപോഹനം ച, ഞാൻ തന്നെ. അപ്പോൾ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വന്ന് നിന്നെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിന്നെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും പ്രേരണ കൊടുക്കേണ്ടത് ഞാൻ തന്നെ. പക്ഷെ ആ പ്രേരണ കൊടുക്കുമ്പോൾ അതതിൻ്റെ വഴിക്ക് കുറച്ച് തലതിരിഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മുമ്പ് ഇറങ്ങി വേല ചെയ്ത് സന്തോഷിപ്പിച്ചോളാം. അത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ കാമക്രോധ ലോപമോഹം അത് മത്സരം എന്നുള്ളത് നമ്മുടെ സ്വസ്വരൂപമല്ല. അത് നമ്മുടെ സ്വസ്വരൂപമല്ല. നമ്മുടെ സ്വസ്വരൂപം എന്ന് പറയുന്നത് ശാന്തസ്വരൂപമാണ്. ദാറ്റ് ഈസ് അവർ റിയൽ നേച്ചർ. ഇത് ദേഷ്യം വന്നു കേട്ടോ എന്നാ പറയാം, അല്ലാണ്ട് ദേഷ്യം വന്നു എന്നാ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നില്ല. അതേ വരെ വന്നു ഇവിടെ കയറി. സന്തോഷം വന്നു എന്നാരും പറയില്ല, സന്തോഷം ആയി എന്നേ പറയുള്ളൂ. കാരണം നീ തന്നെയാണ് സന്തോഷം. അതായി കിട്ടി. ഐ ഹാവ് ബിക്കം വാട്ട് ഐ ആം. ദേഷ്യം വന്നു, ഒരാഗ്രഹം വന്നു. അപ്പോൾ നമ്മൾ റിയൽ നേച്ചർ അല്ല. അങ്ങനെ നമ്മളുടെ റിയൽ നേച്ചറിനെ, നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള വ്യക്തിത്വത്തിനെ പ്രിഡോമിനേറ്റ് ചെയ്ത് കാമക്രോധ ലോപമോഹ മതവത്സരയാൾ വരികയാണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഡോണ്ട് വറി. കീപ് യുവർ ഓംകാർ പ്രയർ ആൻഡ് ഭഗവാൻ സ്മരണ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പൊക്കോളൂ. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗോ. മനസ്സിലായി? അതാണ് ശത്രുഘ്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. തൽക്കാലം നമുക്ക് ഇന്നിവിടെ നിർത്തുക. അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ.